ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ്. നമ്മൾ ലേണിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതുവരെ നമ്മൾ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച്, റെയിൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് ഒക്കെ സംസാരിച്ചു. ഇനി ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം, ഒബ്സർവേഷൻ ലേണിംഗ്. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയേണ്ട പേരാണ് ആൽബർട്ട് ബണ്ടൂര. ബണ്ടൂരയുടെ പേര് വെച്ചിട്ടാണ് ഈ ഒബ്സർവേഷൻ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ ഈ പേര് നല്ല രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക, ആൽബർട്ട് ബണ്ടൂര. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഒരു കാര്യത്തെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബിഹേവിയറിനെ പഠിക്കുക എങ്ങനെയാണ്? മറ്റുള്ളവരെ നിരീക്ഷിച്ചിട്ടാണ്, അല്ലെങ്കിൽ വേറൊരാളെ കണ്ടിട്ടാണ് എന്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടേക്ക് നമ്മൾ പഠിക്കുക. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിച്ചിട്ടാണത് നമ്മളിവിടെ പഠിക്കുക, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കുക. അതെന്നാണ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റുള്ള ആളുകളുടെ ബിഹേവിയറിനെ നമ്മൾ വാച്ച് ചെയ്തിട്ടാണ് പഠിക്കുക എന്നാണ് ഒബ്സർവേഷൻ ലേണിങ്ങിനെ കുറിച്ച് ബണ്ടൂര പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബീങ്സ് സോഷ്യൽ ബിഹേവിയേഴ്സിനെ പഠിക്കുന്നതാണെന്ത് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റുള്ള ആളുകളുടെ ബിഹേവിയറിനെ പഠിച്ചിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതാണെന്ത് മോഡലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളെ നമ്മൾ മോഡലാക്കി എടുക്കുക എന്ന് പറയുക. എൻ്റെ റോൾ മോഡലാക്കിയൊക്കെ എടുക്കുമ്പോൾ എന്താണ്, അയാളുടെ പല കാര്യങ്ങളെയും നമ്മൾ എന്താക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൽബർട്ട് ബണ്ടൂര ഈ ഒരു സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ഫേമസ് എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ്, ബോബോഡോൾ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് എന്താ നമുക്ക് നോക്കാം. ഇതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഏകദേശ രൂപം, അല്ലെങ്കിൽ ഇതാണ് പിക്ചറസ്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇതൊരു വലിയൊരു ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്താ നടക്കുന്നത്. ഇവിടെ ആൽബർട്ട് ബണ്ടൂര ഈ ഒരു ലേണിംഗ് ഇത് ചെയ്ത സമയത്ത് കുട്ടികളിൽ അഗ്രസീവ് ബിഹേവിയർ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോളിനെ കണ്ടില്ലേ, ഇതാണ് ബോബോ ഡോൾ എന്ന് പറയുന്ന ഒരു ഡോള്. കണ്ടില്ലേ, ഇതിലൊക്കെ കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് കാണാം. ഈ ബോബോ ഡോളിനെ വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ പല രീതിയിൽ, അതായത് പല പല ഭാഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തു, പല ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ എന്താക്കി, ഒരു ടെലിവിഷനിൽ കുറച്ച് ആളുകൾ എന്താണ് ഇങ്ങനത്തെ ഡോളിനെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഫിസിക്കലി വെർബലി അബ്യൂസ് ചെയ്യുന്നത് എന്താണ് ആ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ, അതായത് ഈ കുട്ടികൾക്ക് ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നത് ഒരു ഡോളിനെ കുറേ ആൾക്കാർ ചേർന്നിട്ട് എന്താണ് അഗ്രസീവ്ലി ആ ഡോളിനോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ആ ഡോളിനെ ഉപദ്രവിക്കുന്നത്. വേറെ കുറച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് എന്താണ് ആ ഡോളിനോട് അഗ്രസീവായിട്ടല്ല നല്ല രീതിയിൽ എന്താണ് ആ ഡോളുമായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഈ അഗ്രഷൻ ഡോളിനോട് കാണിക്കുന്നത് കണ്ട കുട്ടികൾ പിന്നെ അവർക്കൊരു ഡോള് കൊടുത്തപ്പോൾ എന്താണ് ആ ഡോളിനോടും ഈ ഒരു അഗ്രഷൻ കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി. അതിലൂടെയാണ് ആൽബർട്ട് ബണ്ടൂര പറഞ്ഞിട്ടുള്ളത്, കുട്ടികൾ മറ്റുള്ളവരുടെ ബിഹേവിയറിനെ അതേപോലെ പഠിക്കും, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ് മറ്റുള്ളവരെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതാണ് ബോബോഡോൾ എക്സ്പെരിമെൻറ്റിലൂടെ ആൽബർട്ട് ബണ്ടൂര പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്സർവേഷണൽ ലേണിങ്ങിൽ എന്താ നടക്കുക എന്ന് പറയുന്നത്, നിരീക്ഷിക്കുന്ന ആളെന്താണ് എന്തൊരു നോളേജും കൈകൊള്ളുന്ന, അതായത് എന്ത് നോളേജും ബിഹേവിയറിൽ എന്ത് നോളേജും കിട്ടുന്ന എങ്ങനെയാണ് മറ്റുള്ളവരെ നിരീക്ഷിച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ അവരുടെ പെർഫോമൻസ് പറയുന്നത് ദേ ഒബ്സർവ് ആൻഡ് അക്വയർ നോളേജ് ബൈ എന്താണ് ഒബ്സർവിങ് ദ മോഡൽസ് ബിഹേവിയർ. ബട്ട് ഈ പെർഫോമൻസ്, അതായത് നമ്മൾ കാണുന്ന എല്ലാ ബിഹേവിയറും നമ്മൾ എന്താണ് ഒരു മോഡലാക്കി എടുത്തോളുന്നില്ല. പക്ഷെ നമ്മളൊരു സാധനം പെർഫോം ചെയ്യുന്നത് എങ്ങനെ ഇരിക്കും, റിവാർഡിങ്ങോ അല്ലെ പണിഷ്മെൻറ്റോ കിട്ടുന്ന പോലെ ഇരിക്കും. നമ്മുടെ ചുറ്റും കാണുന്ന ആൾക്കാരുടെ എല്ലാ സ്വഭാവവും നമ്മൾ എടുത്തോളന്നില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളൊരു ബിഹേവിയറിനെ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് റിവാർഡ്സും പണിഷ്മെൻറ്റ്സും കിട്ടുന്ന പോലെയാണ്. ഓക്കെ, ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് കൊഗ്നിറ്റീവ് ലേണിംഗ്. കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെയിൻ യൂസ് ചെയ്യുക. നമ്മളൊരു സാധനം ലേൺ ചെയ്യുന്നത് കാണാപ്പാടങ്ങനെ പഠിക്കുകയാണ്. നമുക്ക് മനസ്സിലാവാത്തൊരു സാധനം, എന്തോ ഒരു മാത്സ് തിയറിയാണ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ്, നമുക്കത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിങ്ങനെ എന്താക്കും, കാണാപ്പാടങ്ങനെ പഠിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കുകയാണ്.
അപ്പോൾ അതെന്താണ്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ചില വഴികളുണ്ട്, എന്ത് നമ്മൾ എന്താക്കും, നമുക്ക് എങ്ങനെയാണ് ആ വഴിയിൽ എത്തിയത്, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു എൻഡിങ് പോയിന്റിലേക്ക് എങ്ങനെ എത്തിയെന്ന് അറിയണ്ടാവില്ല. പകരം നമ്മൾ എന്താണ്, ഒരു മാപ്പോ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഓർത്ത് വെക്കുക ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളെ നമ്മൾ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയില്ല. കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ മനസ്സിലാക്കി പഠിക്കുക ചെയ്യുക. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ഒരു സാധനം പഠിക്കുമ്പോൾ അത് പറയുന്നത് കൊഗ്നിറ്റീവ് ലേണിംഗ്. ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കൊഗ്നിറ്റീവ് ലേണിംഗ്. അവിടെ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യും. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ബ്രെയിനിൽ തന്നെ നമ്മളെ പല രീതിയിലത്തെ റീസണിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സാധനത്തിനെ പഠിക്കുന്നത് കൊഗ്നിറ്റീവ് ലേണിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്, the process of acquiring knowledge, understanding, problem solving skills through thinking, reasoning and mental processes. ഈ തിങ്കിങ്ങും റീസണിങ്ങും മെന്റൽ പ്രോസസ്സിലൂടെ ഒക്കെ എന്താണ് നമ്മളൊരു സാധനത്തിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മൈൻഡിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. മെമ്മറൈസിങ് ഫാക്ടേഴ്സും ഫോളോയിങ് പാറ്റേൺസും എന്താണ് ഇവിടെ പറയുന്ന ഒരു കാര്യമല്ല. ഇവിടെ മെമ്മറൈസിങ് ഒന്നും നടക്കുന്നില്ല. പകരം എന്താണ്, കൃത്യമായിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ 2 ടൈപ്പ് ഓഫ് കൊഗ്നിറ്റീവ് ലേണിംഗ് ആണ് വരുന്നത്. ഇൻസൈറ്റ് ലേണിങ്ങും ലേറ്റന്റ് ലേണിങ്ങും 2 ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് വരുന്നത്. അതിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് പേരാണ്. വോൾഫ്ഗാങ് കോഹ്ലർ എന്നാണ് അയാളുടെ പേര്. വോൾഫ്ഗാങ് കോഹ്ലർ. ഓക്കെ, ഇങ്ങനത്തെ തിയറീസിൻ്റെ ഒക്കെ പേരുകൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി തിയറിയാണ്. ജനറൽ തിയറീസിൽ വരുന്ന തിയറികളാണ്. ലേണിംഗ് തിയറി എന്നൊക്കെ പറയുമ്പം തന്നെ ഈ ഇൻസൈറ്റ് ലേണിംഗ് ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ തിയറികളുടെയൊക്കെ ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് പഠിക്കുന്നത് വളരെ നന്നാവും. ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് വോൾഫ്ഗാങ് കോഹ്ലർ ആണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഈ ഒരു തിയറിയെ പറഞ്ഞിട്ടുള്ളത് ചിമ്പാൻസീസിനെ വെച്ചിട്ടാണ്. ചിമ്പാൻസീസ് സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ്. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസിയെ വെച്ചിട്ടാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. ഈ സുൽത്താൻ എന്ന് പറയുന്ന ഒരു ചിമ്പാൻസി ആണുള്ളത്. അപ്പോൾ അതിന് 2 ടൈപ്പ് വടികൾ കൊടുത്തിട്ടുണ്ട്, 2 ടൈപ്പ് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിമ്പാൻസി എന്താണ്, ഈ 2 ടൈപ്പ് സ്റ്റിക്സ് തമ്മിൽ യോജിപ്പിച്ചിട്ട് എന്താണ് ഒരു ഫുഡിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അതായത് ഭക്ഷണം, അതായത് തൻ്റെ ദൂരെ നിൽക്കുന്ന ഒരു സാധനത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഈ 2 സ്റ്റിക്കിനെ തമ്മിൽ യോജിപ്പിച്ചിട്ട് എന്താണ് ഫുഡ് അക്വയർ ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇൻസൈറ്റ് ലേണിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്. സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയെ വെച്ചിട്ടാണ് എന്ത് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് എന്താ നമ്മൾ പറഞ്ഞു, ചിമ്പാൻസിൻ്റെ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരുപാട് നേരം എന്താണ് ഒരു സൊല്യൂഷനും നോക്കി ഇങ്ങനെ ഇരിക്കും. അതായത് കുറേ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റ് ചെയ്ത് നോക്കും, നമുക്ക് ഉത്തരം കിട്ടൂല. പെട്ടെന്ന് ഇങ്ങനെ ബൾബ് കത്തുന്ന പോലെയാണ് എന്ത് നമുക്ക് ഉത്തരം കിട്ടുക. അതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഒരു സാധനവും അതിലെ പാറ്റേണും ഒക്കെ, പക്ഷെ നമുക്ക് ഉത്തരം കിട്ടൂല. പെട്ടെന്ന് നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് വേറെന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ പാറ്റേൺസ് ഒക്കെ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം അങ്ങോട്ട് കിട്ടും. അതാണ് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ദ പ്രോസസ് ബൈ വിച്ച് ദ സൊല്യൂഷൻ ടു എ പ്രോബ്ലം സഡൻലി ബിക്കംസ് ക്ലിയർ. നമുക്ക് അതുവരെ ഇത് എങ്ങനെ കിട്ടി എന്നുള്ള പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം നമുക്ക് പ്രസന്റ് ചെയ്യും, പക്ഷെ കുറേ നേരത്തേക്ക് നമുക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു കാരണവശാലും കിട്ടൂല. ചില സമയത്ത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ കിട്ടുക, ഇതിങ്ങനെ അങ്ങനെയൊക്കെ വരൂല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു റീസണും നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന്. പെട്ടെന്ന് നമ്മളെ മനസ്സിൽ നമുക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും രീതിയിൽ
ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്, ഇന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോയാൽ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവുമെന്ന് പറഞ്ഞു തരികയല്ല ചെയ്യുന്നത്. പകരം എന്താണ്, നിങ്ങളുടെ കൊഗ്നിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സ്, റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ കൂടി വെച്ചിട്ട് എന്താ പറയുക, സഡൻലി നിങ്ങൾക്ക് എന്താ ഒരു ഉത്തരം ഡിറൈവ് ചെയ്ത് വരിക ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല നടക്കുക, പകരം എന്താണ്, പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള റീസണിങ് വെച്ചിട്ട് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ കീ പോയിന്റ്സ് എന്തായാലും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. കാരണം എന്താണ്, ഇതാണ് ഇൻസൈറ്റ് ലേണിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെയിൻ പാർട്സ്. അത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഞാനത് കീ പോയിന്റ്സ് ആയിട്ട് കൊടുത്തുവെന്നേ ഉള്ളൂ. സഡൻ റിയലൈസേഷൻ എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ പോലും അറിയാതെ പെട്ടെന്നാണെന്ത് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. ഒരു സാധനത്തിന് നമ്മൾ ഒരുപാട് സമയമെടുത്ത് പ്രൂവ് ചെയ്ത് ഗ്രാജുവലി പഠിക്കുന്നതിന് പകരം നിങ്ങൾ പോലും അറിയാതെ എന്താണ് ഇവിടെ സഡൻ ആൻഡ് ക്ലിയർ ആവുക ചെയ്യുക. ഇവിടെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഒന്നും അല്ല. അതായത് നമ്മൾ ഒരുപാട് ചെയ്ത് തെറ്റി വീണ്ടും ചെയ്ത് തെറ്റി അങ്ങനെയല്ല ഇവിടെ പഠിത്തം നടക്കുക. ഇവിടെ എങ്ങനെയാണ് പഠിത്തം നടക്കുക, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുകയാണെന്ത്, ഇങ്ങനെയാണ് ഉത്തരം വരിക എന്ന്. പിന്നെ ഇവിടെ മെന്റലി നിങ്ങൾ ഡോട്ട്സിനെ കണക്ട് ചെയ്യുക. നമ്മുടെ മുന്നിൽ എല്ലാ സൊല്യൂഷൻസും ഉണ്ടാവും, പക്ഷെ ഇതെങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും നമുക്ക് അറിയാത്തത്. പെട്ടെന്ന് നിങ്ങളെ മൈൻഡ് എന്താണ് ആ സാധനത്തിനെ പ്രോസസ്സ് ചെയ്യും. മെന്റലി നിങ്ങൾ എന്താ പറയുക, എല്ലാ ഡോട്ട്സും ക്ലൂസും ഒക്കെ എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കും. പിന്നെ ഉള്ളത് ആഹാ മൊമെന്റ് ആണ്. ഈ ആഹാ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് നമ്മൾ ഇരിക്കുമ്പോഴേക്കും ബൾബ് കത്തുക, ആ രീതിയിലായിരിക്കും ഈ സാധനം വരിക. നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടാവും എന്ത്, ഈ ഒരു യുറീക്ക മൊമെന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. യുറീക്ക മൊമെന്റ് നിങ്ങൾ അങ്ങനെ അടിച്ചു നോക്കിയാൽ മതി, യുറീക്ക മൊമെന്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഏതോ ഒരു ഫിലോസഫറാണ് ഒരു സാധനം കണ്ടുപിടിച്ച സമയത്ത്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, യുറീക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു തിയറി ഞാൻ കണ്ടുപിടിച്ചത്, എനിക്ക് തോന്നുന്നു ഗലീലിയോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ യുറീക്ക മൊമെന്റ്, ആ ഒരു യുറീക്ക മൊമെന്റ് കത്തുന്ന സമയത്ത് ഇറങ്ങി ഓടുന്നതാ. അപ്പോൾ അതായത് നമ്മൾ പോലും ഇരിക്കാതെ നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് ഈ ആഹാ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, റിവാർഡ്സോ പണിഷ്മെന്റോ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക. നമ്മളിവിടെ ഒരു ബിഹേവിയർ ഫോം ചെയ്യുകയാണെങ്കിലും നമ്മളിവിടെ ഒരു സാധനത്തിന് ഉത്തരം കണ്ടെത്തുകയാണെങ്കിലും എന്താണ്, നമുക്ക് കിട്ടുന്ന റിവാർഡ്സോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റോ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുക. പകരം എങ്ങനെയാണ്, ഈ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിനെ പോലെയല്ല, പകരം ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് മോർ ഇന്റേണൽ മെന്റൽ പ്രോസസ് ആണ്. നമ്മുടെ ഉള്ളിലെ ലോജിക്കൽ തിങ്കിങ്, റീസണിങ്, മെന്റൽ പ്രോസസ്സുകൾ, കൊഗ്നിഷൻസ് എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ ഇരിക്കും നമുക്ക് ഓരോ ഉത്തരം കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബിഹേവിയറിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം നമ്മുടെ കൊഗ്നിഷൻ പോലെയാണ് എന്ത് ഇവിടെ കാര്യങ്ങൾ നടക്കുക. അത് ഇപ്പൊ ഞാൻ പറഞ്ഞൊരു ഒരു കാര്യം പറഞ്ഞില്ല, ഒരു ഫിലോസഫറുടെ കാര്യം, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പസിലോ റിഡിലോ നിങ്ങൾക്ക് എത്ര തന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്നൊരു മൊമെന്റിൽ നിങ്ങൾ എന്താ പറയുക അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുക. നെക്സ്റ്റ് വണ് ലേറ്റന്റ് ലേണിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇൻസൈറ്റ് ലേണിംഗ് പറഞ്ഞു, അതിനുശേഷം ഇപ്പൊ നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗും പറഞ്ഞു, ലേറ്റന്റ് ലേണിംഗ് ആണുള്ളത്. ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത് എഡ്വേർഡ് ടോൾമെൻ്റെതാണ് എന്ത് ഈ തിയറി എന്ന് പറയുന്നത്. ഈ ലേറ്റന്റ് ലേണിംഗിൽ ഇവിടെ എന്താണ്, നിങ്ങളിവിടെ നോളജുകളും സ്കിൽസും ഒക്കെ എന്താണ് നിങ്ങൾ അക്വയർ ചെയ്യും. ഓവർ ടൈം പഠിച്ച് നിങ്ങൾ അക്വയർ ചെയ്യും. പക്ഷെ എന്താണ്, അവസരം കിട്ടുന്നത് വരെ നിങ്ങൾ അത് ഉപയോഗിക്കില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എ ടൈപ്പ് ഓഫ് ലേണിംഗ് വെർ യു അക്വയർ നോളജ് ഓർ സ്കിൽസ് ബട്ട് യു ഡോണ്ട് ഇമ്മീഡിയറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് ഓർ യൂസ് ദം. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോഴേ നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് എന്ത് നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു സാധനം നിങ്ങൾ സീക്രറ്റ്ലി പഠിക്കുകയാണ്, പക്ഷെ എന്താണ് ഒരു നല്ല അവസരം കിട്ടുന്നവരെ നിങ്ങൾ എന്താണ് അത് ഉപയോഗിക്കാൻ പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഉണ്ട്, ടോൾമെന്റിന്റെ ഒരു മെയ്സിന്റെ എക്സാമ്പിൾ ഉണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. എഡ്വേർഡ് ടോൾമെന്റെ ഒരു മെയ്സ് ആണിത്. ഇവിടെ എന്താണ്, എലി ഒരു റാറ്റിനെ കൊണ്ടുപോയിടും. അപ്പം 3 ഗ്രൂപ്പിലാണുള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് റാറ്റിന് എന്താണ് ഇതിലൂടെ ഇങ്ങനെ സോൾവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താണ് അവർക്ക് നമ്മളിങ്ങനെ റിവാർഡ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. അവർ അത് കഴിഞ്ഞതാ ഇവിടെ ഇവിടെ എത്തുമ്പോഴേക്ക് ഇവർക്ക് എന്താണ് ഫുഡ് എന്താണ് റിവാർഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഗ്രൂപ്പിൽ. സെക്കൻഡ് ഗ്രൂപ്പിന് എന്താണ് ഇതിലൂടെ ഇങ്ങനെ പോയി ഇവർക്ക് റിവാർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല.
ഇനി മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് എന്താണ് ഇതിലൂടെ ഫസ്റ്റ് ഒക്കെ പോയ സമയത്ത് എന്താ പറയുക, റിവാർഡ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ 5 ട്രയലിലും റിവാർഡ്സ് കൊടുത്തിട്ടില്ല. പിന്നത്തെ ട്രയലിലാണ് എന്താ അവർക്ക് ഫുഡ് കൊടുത്തത്. പക്ഷെ അപ്പോഴേക്ക് എന്താണ് ആ ഒരു റാറ്റ് എന്താണ് ഈ ഒരു മെയ്സിലൂടെ പോകേണ്ട ഒരു സിറ്റുവേഷൻ എന്താണ് പഠിച്ചു കഴിഞ്ഞിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ പോയാൽ ഈ മെയ്സിൽ എത്തും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണ് കംപ്ലീറ്റ് പഠിച്ചു വെച്ചിരുന്നു. ഓക്കെ, കാരണം 5 തവണ ഓൾറെഡി പോയി, റിവാർഡ്സ് കിട്ടിയിട്ടില്ലെങ്കിലും എന്താണ് ആ റാറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇങ്ങനെ ഒരു സൊല്യൂഷനിൽ എത്തിപ്പെടാനുള്ള. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളതും. ഇവിടെ ലേറ്റന്റ് ലേണിങ്ങിൽ പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് റിവാർഡ്സ് കിട്ടിയാലും പണിഷ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താണ് നമുക്ക് ചില സാധനങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വൈ, എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു കൊഗ്നിറ്റീവ് മാപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടെന്ന്. കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെന്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലൊക്കേഷൻസ് ആൻഡ് ഡയറക്ഷൻ. ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു റാറ്റ് 5 തവണ ഒരു റിവാർഡ്സും ഇല്ലാതെയും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്തേക്ക് ഒരു സാധനം പഠിച്ചിട്ടുണ്ടെന്ത്, ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കെന്താണ് ഈ സിറ്റുവേഷനിൽ എത്താന്നുള്ളത്. അപ്പം ഈ സിറ്റുവേഷൻ ഓൾറെഡി മനഃപ്പാടമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു കൊഗ്നിറ്റീവ് മാപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഡയറക്ഷനിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലത്തെത്താന്നുള്ളതെന്ന്. ആ ഡയറക്ഷൻ്റെ പേരാണ് കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്ട്രെയിറ്റ് പോവുക, റൈറ്റ് പോവുക, സ്ട്രെയിറ്റ് പോവുക, റൈറ്റ് പോവുക, അങ്ങനെ ഒരു സാധനം എന്താണ് ആ റാറ്റ് ഉള്ളിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഹിഡൻ പോയിന്റ്സ് അല്ലെങ്കിൽ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്നാൽ, ഹിഡൻ നോളേജ്. നിങ്ങൾ കുറേ ഒരു സാധനം എന്ത് സാധനം ചെയ്യുമ്പോഴും നിങ്ങൾ കുറേ നോളജും സ്കിൽസും അക്വയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും അത് കാണിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല, അവസരം കിട്ടുന്നത് വരെ. അതാണ് ഹിഡൻ നോളേജ്. പിന്നെ ഉള്ളത് നോട്ട് ഡ്രിവൺ ബൈ ഇമ്മീഡിയറ്റ് റിവാർഡ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു റിവാർഡ് കിട്ടുമ്പോൾ നിങ്ങളൊരു ബിഹേവിയർ കാണിക്കുക എന്നുള്ളൊരു കാര്യമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ് റിവാർഡ്സുമായിട്ട് മോട്ടിവേറ്റഡ് അല്ല. പകരം ഇവിടെ എന്താണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പിന്നീട് കിട്ടും. ആ സമയത്താണ് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് റിവാർഡ് കിട്ടുമ്പോൾ മാത്രം നിങ്ങളൊരു ബിഹേവിയർ കാണിക്കുന്ന ഒരു രീതിയല്ല ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റഡ് വെൻ നീഡഡ്. ആവശ്യമുള്ള സമയത്തേ ഉപയോഗിക്കുള്ളൂ, എപ്പോഴും ഉപയോഗിക്കില്ല. ആവശ്യം എപ്പോഴാണ് വരിക ആ സമയത്താണ് ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു അവസരം വന്നു, ഇത് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് എന്ത് ലേറ്റന്റ് ലേണിങ്ങിലുള്ള ആ ബിഹേവിയർ കാണിക്കുക. അല്ലാതെ ഏതൊരു സമയം എന്താണ് ആ ബിഹേവിയർ കാണിക്കണം എന്നില്ല. അപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കുക്ക് ചെയ്യാൻ പഠിച്ചു, യു ലേൺ ഹൗ ടു കുക്ക്. നിങ്ങൾ കുക്ക് ചെയ്യാൻ പഠിച്ചു എന്നുണ്ടെങ്കിൽ എന്താണ്, കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കുക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കൂല ഞാൻ കുക്ക് ചെയ്യും, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്നൊന്നും പറഞ്ഞു നടക്കില്ല. പക്ഷെ നിങ്ങളെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ അത് കുക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും. അത് ലേറ്റന്റ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് പറഞ്ഞാൽ ലേറ്റന്റ് ലേണിംഗ് പറഞ്ഞു, ഇൻസൈറ്റ് ലേണിംഗ് പറഞ്ഞു, ഒബ്സർവേഷൻ ലേണിങ്ങിൽ ഉള്ള കാര്യങ്ങളെയും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കണം. ഞാൻ ഇതിലൊക്കെ എന്താണ് ഇവരെങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞു തന്നത് അല്ലേ. സുൽത്താൻ ദ ചിമ്പാൻസിൻ്റെ പറഞ്ഞു, പിന്നെ റാറ്റ് മെയ്സ് എക്സ്പെരിമെൻ്റ് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ തിയറികളെ കുറിച്ച്, അതായത് ഈ ഒരു ലേണിങ്ങിനെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് ആ ഒരു എക്സ്പെരിമെൻ്റ് എഴുതണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കിപ്പോൾ അത് വലിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എഴുതാം. അതായത് ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് എഴുതിയാൽ മതി എന്ത് റാറ്റ് മെയ്സ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് എന്ത് പിന്നെ ഈ എക്സ്പെരിമെൻ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റേത് സുൽത്താൻ ദ ചിമ്പാൻസീനെ വെച്ചിട്ടാണ് എന്ത് ചിമ്പാൻസീസിലൂടെയാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിനെ പ്രൂവ് ചെയ്തതെന്ന് ജസ്റ്റ് ഒരു 1 വേർഡിൽ എഴുതിയാൽ മതി. ഇൻ കേസ് ഇഫ് യു ആർ റൈറ്റിംഗ് അബൌട്ട് ദ എക്സ്പെരിമെൻറ്റ് അതിന് നല്ല വൃത്തിക്ക് തന്നെ അത്യാവശ്യമുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ എന്തൊരു സ്റ്റോറി അറിഞ്ഞിട്ട് എഴുതാൻ പോകരുത്. ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ അങ്ങനെ ആ ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വായിച്ച് നോക്കിയിട്ട് അതിനൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. അല്ലെങ്കിൽ ഒരു 1 ലൈനിലൊക്കെ മാത്രം എന്താണ് ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് തന്നെ എഴുതിയാൽ മതി. ഈ ഒരു ഇതിനെക്കുറിച്ച് അധികം പറയരുത്. ഇൻ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് യു ഹാവ് ടു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഇൻ ദാറ്റ് എക്സ്പെരിമെൻറ്റ്. എന്നിട്ട് അതിനെക്കുറിച്ച് എന്താ ഒരു വൃത്തിക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഒരു കഥ കേട്ടതോ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേട്ടോണ്ടോ എന്താണ് ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇതിൽ എഴുതരുത്, ഒരു വേഗ് ഐഡിയ കൊടുത്തിട്ട് എഴുതരുത്. ഇഫ് യു ആർ റൈറ്റിംഗ് അബൌട്ട് ദ എക്സ്പെരിമെൻറ്റ് ബി പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ്. നല്ല വൃത്തിക്ക് തന്നെ എഴുതാൻ നോക്കുക. ഓരോ ആളുകളും ആരാണ് ഈ ഒരു
തിയറിയെക്കുറിച്ച് പറഞ്ഞുള്ളതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ എഴുതുക. കാരണം ലേണിംഗ് തിയറീസ് എന്നൊക്കെ പറയുന്നത്, ലേണിംഗ് എന്നൊരു സൈക്കോളജീൻ്റെ ഒരു പോർഷനെ കുറിച്ച് പറയുമ്പോൾ ഓരോ തിയറീസും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഈ തിയറീസൊക്കെ ഫോർമുലേറ്റ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഏതൊരു തിയറിനെ കുറിച്ച് എഴുതുമ്പോഴും ആ ഒരു തിയറി പറഞ്ഞിട്ടുള്ള ആളെക്കുറിച്ച് എഴുതുക. ജസ്റ്റ് ആ ഒരു മെൻഷനെങ്കിലും ചെയ്യുക, നെയിം. പിന്നെയുള്ള ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എക്സ്പെരിമെൻറ്റ്സ് അറിയുന്നതിനെക്കുറിച്ച് അത് നല്ല വൃത്തിക്ക് തന്നെ എഴുതാൻ നോക്കുക. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പോലും ഇമ്പോസിബിൾ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ മസ്റ്റ് ആണ് എന്ത്, ആ ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് എഴുതാന്നുള്ളതെന്ന്. സോ വെൻ യു ആർ ഡിസ്ക്രൈബിങ് ആ ഒരു എക്സ്പെരിമെൻ്റ് നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ എന്താണ് നോക്കുക. പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഒന്നും വേണ്ട, ബട്ട് റൈറ്റ് ഇറ്റ് ഇൻ എ വെൽ മാനർ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. That's it. All the best for your exams. Thank you.